ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കുള്ള ഒരു പ്രശ്നം സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. അതിപ്പോൾ എല്ലാവർക്കുള്ള പ്രശ്നമാണ്, പക്ഷേ എനിക്ക് കുറച്ച് അധികം ഉണ്ട്. ഈ സ്റ്റാർട്ടിങ് ട്രബിൾ എപ്പോൾ മാറും നോക്കിയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ വോയിസ് ഓവേഴ്സ് കൊടുക്കുമ്പോഴുള്ള സ്റ്റാർട്ടിങ് ട്രബിളിനെ പറ്റിയിട്ടാണ്. അതായത് എങ്ങനെ തുടങ്ങണം, എന്ത് പറഞ്ഞ് തുടങ്ങണം, അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ അത് മിക്ക ആൾക്കാർക്കും ഉള്ളതായതുകൊണ്ട് ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് പതിയെ പതിയെ സ്റ്റാർട്ട് ചെയ്ത് ആ സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങോട്ട് മാറ്റിയെടുക്കണം. സോ സൺഡേ നമ്മൾ വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അന്ന് നമുക്ക് ഒരു 8:30 ആകുമ്പോൾ പള്ളിയിൽ പോകണം. സോ പള്ളിയിൽ പോയി തിരിച്ചു വന്നിട്ടാണ് ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ഈ വീഡിയോസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ലാസ്റ്റ് വീക്കിൽ എന്തൊക്കെ ക്രാഫ്റ്റ് ചെയ്തു എന്നും എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ളൊരു ചെറിയ വീഡിയോ. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന പോലെ എ വീക്ക് ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഡേ ഇൻ മൈ ലൈഫിൽ ഫുഡ് കഴിക്കേണ്ടത് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പക്ഷെ അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അല്ലാതെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു 7 days ബിഫോർ നമ്മൾ ആദ്യമായിട്ടൊരു വ്ളോഗ് ഇട്ടു. ആ ഒരു വ്ളോഗിൽ ഞാൻ ബിഹൈൻഡ് ദ സീനും അതുപോലെ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യണേ, അതിന്റെ പ്രിപ്പറേഷൻസും ഓർഗനൈസിങ്ങും ക്ലീനിങ്ങും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയിലുള്ള പോലെ തന്നെ ബിഹൈൻഡ് ദ സീനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ആ ടെക്സ്ചർ ആർട്ട് ചെയ്ത് ഓർക്കുന്നുണ്ടോ? അത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആ ഷോർട്സിന്റെ ബിഹൈൻഡ് ദ സീനാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീഡിയോസ് എടുക്കുമ്പോൾ നല്ല ലൈറ്റ് ഉണ്ടെങ്കിലാണ് നല്ല ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അപ്പം അതിന് വേണ്ടി ടേബിൾ എപ്പോഴും ഇങ്ങനെ നീക്കിയിടും. അത് കഴിഞ്ഞാൽ പഴയ പൊസിഷനിലോട്ട് തന്നെ തിരിച്ചിടും. അതാണ് ഏറ്റവും വലിയ പണി. പിന്നെ വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ താഴെ പോവും, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യും. അപ്പം അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഡേ മൺഡേ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ ക്രാഫ്റ്റ് ഒന്നും അല്ല ചെയ്തത്. പകരം കുറേ നാളായി ഒരാളെൻ്റെ പുറകെ നടന്ന് മുടി വെട്ടിത്തരുമോ എന്ന് ചോദിക്കണം. അതായത് നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഹെയർ ക്ലിപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ സിസ്റ്ററിന്റെ ഹെയറിൽ പിൻ ചെയ്തിട്ടാണ് കാണിക്കാറ്. സോ അതൊക്കെ കണ്ടിട്ട് കുറേ പേര് വിചാരിക്കാറുണ്ട് അത് ഞാനാണ്. ഇപ്പൊ പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ അത് ഞാനല്ല എന്നുള്ള കാര്യം. പിന്നെ ഞാൻ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞാനല്ല, എൻ്റെ സിസ്റ്റർ ആണെന്നൊക്കെ. പക്ഷെ എന്നാലും ചോദിക്കും ചേച്ചിയുടെ ഹെയർ കട്ട് ഏതാന്നൊക്കെ. എൻ്റെ മുടി വാല് പോലത്തെ ഒരു മുടിയാണ്, അതിന് പിന്നെ പ്രത്യേകിച്ച് ഹെയർ കട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ സിസ്റ്ററിന്റെ ഹെയർ ഞാൻ തന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കാറ്. അത് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് സ്റ്റെപ്പൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. സ്ട്രെയിറ്റ് മതി എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ അധികം ഒന്നും നോക്കാൻ നിന്നില്ല. പിന്നെ ഹെയർ കട്ട് ചെയ്യുമ്പോൾ താഴത്ത് കട്ട് ചെയ്തിട്ടുണ്ടാന്ന് വെച്ചിട്ട് ന്യൂസ് പേപ്പറിലായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതുപോലെ ഓണത്തിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ജേർണലിങ് ചെയ്യാം. അങ്ങനെ ഓണത്തിൻ്റെ ചെറിയൊരു ജേർണലിങ്ങും കാര്യങ്ങളും പിറ്റേ ദിവസം ചെയ്തു. ഇത് ചെയ്ത് കഴിയുന്നതോട് കൂടിയിട്ട് ഒരു കോൾ വന്നു, വീട് എവിടെയാ സ്ഥലം എവിടെയാന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ അത് കേട്ടപ്പോൾ വിചാരിച്ചത് ഞാൻ ഓർഡർ ചെയ്ത സംഭവം എന്തോ വരാനിരിക്കുന്നുണ്ടെന്നാണ്. അപ്പം അതിന് വേണ്ടി താഴെ ഇറങ്ങി പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ ആയിരുന്നു എന്നുള്ള കാര്യം. പിന്നെ അങ്ങോട്ട് വിഷമവും സന്തോഷവും ഒക്കെ കൂടി ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് മാത്രമല്ല അന്ന് ഈവനിങ് ഞങ്ങൾ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സംഭവം കുറെ നേരം നോക്കിയിരിക്കാനോ അങ്ങനെയൊന്നും പറ്റിയില്ല. പെട്ടെന്ന് വന്ന് അൺബോക്സ് ചെയ്തു, വീഡിയോക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോയി വന്ന് പിറ്റേ ദിവസമാണ് ഈ ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. അതായത് പിന്നെയും ഒന്നും കൂടി എടുത്ത് കാണുന്നതും അതുപോലെ എവിടെ വെക്കണ്ടേന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണത്. പിന്നെ ഈ പ്ലേ ബട്ടൺ ഉണ്ടല്ലോ ഭയങ്കര ചെറുതാണ്. ഈ കയ്യിൽ വെച്ച് കാണുമ്പോൾ ഒക്കെ അത്യാവശ്യം വലിപ്പമുള്ള പോലെയാണ് ഇതിൽ കാണുന്നത്, പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര ചെറുതാണ്. അല്ല, കുറെ യൂട്യൂബേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പ്ലേ ബട്ടൺ ഭയങ്കര ചെറുതായി എന്നുള്ള കാര്യം. പക്ഷെ അവരുടെ കയ്യിലിരിക്കുമ്പോൾ എനിക്ക് അത്ര ചെറുതായിട്ട് തോന്നാറില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും ചെറുതാന്നുള്ള കാര്യം. പിന്നെ അന്ന് തന്നെ നമുക്ക് വേറെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത കുറച്ച് സംഭവങ്ങൾ ഗിവ് അവേക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയൊരു ഐറ്റം, എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയൊരു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഗിവ്
വേക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ ഐറ്റം ഒരു മഗ്ഗായിരുന്നു. പിന്നെ ഇത് കാണാൻ നല്ല ക്യൂട്ടാണ്, പക്ഷെ ഇതിന്റെ ഓരോ പാർട്സും സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാനായിട്ട് എല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്ത് നോക്കി, കാരണം ഇതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ നോക്കണല്ലോ. കാരണം നമ്മൾ ഗിവ് വേക്ക് കൊടുക്കുന്ന സാധനത്തിന് അങ്ങനെ ഡാമേജ് ഒന്നും ഉണ്ടാവരുതല്ലോ. സോ അതിന് വേണ്ടി എല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്തു, പിന്നെ ഡിറ്റാച്ച് ചെയ്ത് പഴയ പോലെ ബോക്സിലാക്കി വെച്ചു. ഇതിന്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് വഴിയേ ഇടാം. പിന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് ഈ വീഡിയോന്റെ താഴെ ടാഗ് ചെയ്ത് കൊടുക്കാം. ഈ പ്രൊഡക്റ്റ് മാത്രമല്ല, ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഈ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. പിന്നെ നമ്മുടെ ചാനൽ ചെറിയൊരു ചാനലാണ്, അപ്പൊ പിന്നെ വലിയ ഗിഫ്റ്റ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ ഗിഫ്റ്റാണ് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഈ ചാനൽ വളരും തോറും നമുക്ക് ഗിഫ്റ്റിന്റെ വലിപ്പവും പതിയെ പതിയെ കൂട്ടാം. പിന്നെ എനിക്ക് വേണ്ടി വന്ന സാധനം ഒരു നൈറ്റ് ഡ്രസ് ആണ്. ഇത് ഞാൻ കുറെ നാളായി ഒരു നൈറ്റ് ഡ്രസ് വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കണു. കാരണം നമ്മൾ കോട്ടന്റെ തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പ്രൈസ് ആവുന്നുള്ളതുകൊണ്ട് ഞാൻ കോട്ടന്റെ ഒരു നൈറ്റ് ഡ്രസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ്. എസ്പെഷ്യലി പാന്റിന്റെ ലെങ്ത് എന്റെ മെഷർമെന്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത പോലെയാണ് എനിക്കുണ്ടായിരുന്നത്. പിന്നെ ആ പോക്കറ്റും കൂടി വന്നപ്പോൾ എനിക്ക് തൃപ്തിയായി. എന്തായാലും ഈ പ്രൊഡക്റ്റും ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വെനസ്ഡേ കഴിഞ്ഞു, നമ്മൾ തേഴ്സ്ഡേക്ക് കടന്നു. തേഴ്സ്ഡേ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അതിന്റെ മെറ്റീരിയൽ എന്റെ കയ്യിൽ കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട്. സോ അത് വെച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് കുറെ നാളായി വിചാരിക്കുന്നു. നോക്കി വന്നപ്പോ എന്റെ ഒരു ബ്ലാക്ക് ഡയറി ഉണ്ട്. അത് 2024 ഒരു ഡയറിയാണ്. ഇതിൽ ഞാൻ കാര്യമായിട്ടൊന്നും എഴുതാറില്ല, പക്ഷെ ചില കാര്യങ്ങൾ മറക്കാണ്ടിരിക്കാൻ വേണ്ടി എഴുതാറുണ്ട്. അതായത് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ എന്തൊക്കെ വാങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡയറിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാറുണ്ട്. പക്ഷെ അത് ഫോണിൽ നോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ടുള്ളത് ഡയറിയാണ്. അപ്പൊ ഈ ഡയറിനൊന്ന് ക്യൂട്ടാക്കി എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഫറിന്റെ ഫാബ്രിക് ഒക്കെ വെച്ച് ഞാൻ കവർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കവർ ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വെറുതെ കവർ ചെയ്യണ്ട, അതിൽ കുറച്ച് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാന്ന്. അങ്ങനെ ഞാനൊരു പൂച്ചയുടെ ഫേസ് വരുന്ന പോലെയൊക്കെ ഫ്രണ്ടിൽ ചെയ്തിട്ട് ഒരു വാലൊക്കെ വെച്ചിട്ട് ആ ഒരു ബുക്ക് ഫുള്ള് അങ്ങനെ കവർ ചെയ്തെടുത്തു. അതാണെങ്കിൽ സംഭവം നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോയും ഞാൻ വഴിയേ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ കവർ ചെയ്തെടുത്ത ബുക്ക് ക്യൂട്ടായിട്ടുണ്ടോ, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാൻ മറക്കണ്ട. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫർ മെറ്റീരിയലിന് ഭയങ്കര പൊടിയാണ്. അതായത് അതിലുള്ള മൈക്രോ ഫൈബേഴ്സ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിന്ന് ഫ്രേ ഔട്ട് ആയി വരാനുള്ള ചാൻസ് അല്ല, അതങ്ങനെ വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ റൂമിൽ മൊത്തം ഈ പറഞ്ഞ പോലെ ആ മൈക്രോ ഫൈബേഴ്സ് പറന്ന് നടക്കുന്നുണ്ടാവും. എനിക്കാണെങ്കിൽ അലർജി ഉള്ളത് കാരണം അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. കാരണം ഒരു തവണ ഞാൻ ഈ ഒരു ഫറിന്റെ മെറ്റീരിയൽ നമ്മുടെ ഫ്ലവർ കുഷൻ ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതുപോലെ അലർജിയുടെ പ്രശ്നമൊക്കെ വന്നിട്ട് 2 ദിവസം ഞാൻ വീഡിയോസേ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഇഷ്യൂ വന്നേ പിന്നെ ഞാൻ വിചാരിക്കാറുണ്ട് ഇത് എടുക്കണ്ട, കട്ട് ചെയ്യണ്ടെന്നൊക്കെ. പിന്നെ കുറച്ചൊക്കെ ഈ ഡസ്റ്റ് കുഴപ്പമില്ല നിൽക്കാം. പക്ഷെ ഇതിന്റെ ഡസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ഡസ്റ്റാണ്. അതായത് റൂം മൊത്തം ഇങ്ങനെ പറന്ന് നടക്കാണ്. ഞാനാണെങ്കിൽ ഇത് കഴിഞ്ഞ പിന്നെ റൂം ഫുൾ ക്ലീനിങ്ങും ബെഡ്ഷീറ്റ് മാറ്റലും അങ്ങനെയുള്ള ഫുൾ പരിപാടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ കേസിൽ പറയാനാണെങ്കിൽ ഞാൻ മാസ്ക് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അത്ര വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കട്ട് ചെയ്തതാണ്. കാരണം ചെറിയൊരു സംഭവം നമ്മൾ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചിട്ട്. പക്ഷെ ഇതിന്റെ പൊടി ഭയങ്കരമായിരുന്നു. അലർജി ഉള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ മാസ്ക് വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ ഇതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് തോന്നുന്നുണ്ട്. വെള്ളിയാഴ്ച മൊത്തം ഒരു വയ്യായി ആയിരുന്നു, ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ പിന്നെ ഞാൻ ഈ റൂമിലേക്ക് വന്നിട്ടില്ല, വീഡിയോസ് എടുക്കാനോ അങ്ങനെയൊന്നും വന്നില്ല. പിന്നെ ശനിയാഴ്ചയാണ് എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. പക്ഷെ അപ്പോഴും എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാനൊന്നും തോന്നിയില്ല. അപ്പൊ ഞാൻ നോക്കി വന്നപ്പോൾ സ്റ്റുഡിയോന്ന് വാങ്ങിയൊരു ടോപ്പ് ഇരിക്കുന്നുണ്ട്. വാങ്ങിയിട്ട് ഇപ്പൊ 4-5 മാസമായിട്ടുണ്ടാവും. ഈ ഒരു ടോപ്പ് ഭയങ്കര ലൂസാണ്. ആദ്യമായിട്ട് ഞാൻ സ്റ്റുഡിയോന്ന് ഒരു സാധനം എടുത്തതാണ് ഈ ടോപ്പ്. ആകെ കൂടി ഞാൻ 2 പ്രാവശ്യമാണ് സ്റ്റുഡിയോയിൽ പോയിട്ടുള്ളൂ. അതിലൊരു തവണ പോയപ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ 2ാമത്തെ തവണ പോയപ്പോഴാണ് ഈ ഒരു ടോപ്പ് ഞാൻ എടുത്തത്. ഇത് വലിയ കുഴപ്പമില്ല, പക്ഷെ എനിക്ക് സൈസ് കറക്റ്റ് ആയിരുന്നില്ല. പിന്നെ സ്മോൾ ആണെങ്കിലും എക്സ്ട്രാ സ്മോൾ ആണെങ്കിലും എനിക്ക് എന്തായാലും സ്റ്റിച്ച് ചെയ്തിട്ട് അത് ഇടാൻ പറ്റുള്ളൂ. പിന്നെ വീട്ടിലാണെങ്കിൽ മെഷീനും ഉണ്ട്. അപ്പൊ പിന്നെ കിട്ടിയ സൈസ് എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. പിന്നെ കുറച്ച് നാളായി ഇത് എന്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. സ്റ്റിച്ച് ചെയ്യാൻ മടിയാൻ എടുത്ത് വെച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കണോണ്ട് അതെടുത്ത് സ്റ്റിച്ച് ചെയ്തു. പിന്നെ ഈ ടൈലറിംഗ് മെഷീൻ ഏതാണെന്നും ഇതിന്റെ നെയിം എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ മെഷീൻ കുറച്ച് പഴയതാണ്, പക്ഷെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കൊക്കെ ഇത് സഹകരിക്കാറുണ്ട്. പിന്നെ അത്യാവശ്യമുള്ള വല്ല സിറ്റുവേഷനിൽ അത്യാവശ്യം പണികളും തരാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഈ കഴിഞ്ഞ വീക്കിലെ കുറച്ച് കുട്ടി കുട്ടി വിശേഷങ്ങൾ. എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയാനും മറക്കണ്ട.